എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറിലുള്ള ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് പാർട്ടികളിലോ അല്ലെങ്കിൽ ഈ ഒരു ചൂട് സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലൊരു സോസ് പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 4 ഗ്രാം ചൈന ഗ്രാസ് ഒന്ന് കുതിർത്തെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 രൂപയുടെ ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിൻ്റെ പാക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തർക്കും എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ചൈന ഗ്രാസ് ഒക്കെ ഇതിൽ കംപ്ലീറ്റ് ഒന്ന് മെൽറ്റായി വന്ന് പഞ്ചസാരയും അലിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിത് ഒന്ന് അരിച്ചിട്ട് ഇതുപോലൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു പ്ലേറ്റിലാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് പാത്രത്തിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ചൂടാറി വന്നതിന് ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഇനി സെയിം പാൻ തന്നെ ഞാനൊന്ന് കഴുകി എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2 കപ്പ് ഇളനീരിൻ്റെ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഒരു 6 ഗ്രാം ചൈന ഗ്രാസ് ഒന്ന് കുതിർത്തെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അത് തിളച്ച് ചൈന ഗ്രാസൊക്കെ ഒന്ന് കംപ്ലീറ്റ് മെൽറ്റായി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് അരിച്ചിട്ട് നമ്മൾ ഏതിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അതിലേക്ക് ഇതുപോലെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ജെല്ലി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതവിടെ ചൂടാറി വന്നതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ അത് സെറ്റായിട്ട് കിട്ടും. പിന്നെ അതാ നമുക്ക് ഇളനീരിൻ്റെ ഒരു കഴമ്പ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ഇളനീര് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 2 കഴമ്പ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും പിന്നെ ഇതിലേക്ക് അരക്കാൻ ആവശ്യത്തിനുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അല്പം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ലൂസാക്കി എടുക്കാം കേട്ടോ. കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ കട്ടിയിൽ ആക്കിയെടുക്കാം. ലൂസാക്കണമെന്നുണ്ടെങ്കിൽ പാലോ ഇളനീർ വെള്ളമോ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ലൂസിൽ ആക്കിയെടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. നല്ല തണുപ്പോട് കൂടിയിട്ട് വേണം കേട്ടോ ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ജെല്ലിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കോഫിയുടെ ജെല്ലി ഇതാ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ചെറിയോരോ ക്യൂബ്സായിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇളനീരിൻ്റെ ഒരു വെള്ളം നമ്മൾ സെറ്റാക്കാൻ വെച്ചതും ഇതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. അതും നമുക്കിതുപോലെ ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ഇളനീർ അരച്ചെടുത്തിട്ടുള്ളത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഏതിലാണോ സെർവ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് 2 ജെല്ലിയും ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. കോഫിയുടെ ജെല്ലിയും പിന്നെ ഈ ഒരു ഇളനീരിൻ്റെ ജെല്ലിയും കൂടി ആകുമ്പോൾ നല്ലൊരു കളർഫുള്ളും കൂടി ആവും കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളി ഒരു ഡെസേർട്ടാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.